ഇന്ന് ലോക അറബി ഭാഷാ ദിനം. അറബി ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ പ്രഥമമായും വളരെ പ്രധാനമായും മനസ്സിലാക്കേണ്ട, നമ്മളിൽ പലരും അശ്രദ്ധമായി പോവുകയും ചെയ്യുന്നൊരു കാര്യം അതിൻ്റെ ഉച്ചാരണ രീതിയാണ്. അറബി ഭാഷയെ മറ്റു ഭാഷകളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും അതിൻ്റെ ഉച്ചാരണ ശൈലിയാണ്. ഒരക്ഷരം അതിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് നിന്നല്ല പുറപ്പെടുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥത്തിലും വലിയ മാറ്റം സംഭവിക്കുകയാണ്. ഉദാഹരണം, കാല എന്ന് പറയുന്ന സ്ഥലത്ത് കാല എന്ന് പറയുക. നമ്മളൊക്കെ അറബി ഭാഷയുടെ മഹത്വം പറയുമ്പോൾ അറബി അറബി എന്നാണ് പറയാറ്. അവിടെ തന്നെ നമുക്ക് വലിയ പിഴവ് സംഭവിച്ചു. യഥാർത്ഥത്തിൽ അറബി എന്നാണല്ലോ പറയേണ്ടത്. അതിനാൽ അതിൻ്റെ 28 അക്ഷരങ്ങളുടെയും സ്ഫുടമായ ഉച്ചാരണ രീതികൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റ, സൈ, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, ത്വ, ള, ഐൻ, ഗൈൻ, ഫ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, വാവ്, ഹ, യ. ഇതായിരിക്കട്ടെ ഈ ലോക അറബി ഭാഷാ ദിനത്തിലെ നമ്മുടെയൊക്കെ പ്രതിജ്ഞ.